അപ്പോ അവിടെ വരെയല്ലേ കാര്യങ്ങള്. കോളടിച്ചല്ലോടി സാറേ. ഹിഷാമിന്റെ സമയം വളരെ മോശമാണെന്ന് തോന്നുന്നു. അതെ, നീ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തീരുമ്പോ തന്നെ ശരിയായിക്കോളൂ. നീ വിഷമിക്കണ്ട. റോയിജ, പരസ്യമൊക്കെ വന്നല്ലോ. റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ഉണ്ട്. കണ്ടിരുന്നോ അത്? പിന്നെ അങ്ങനെ ആനന്ദും അഭിനയിച്ചല്ലേ? അപ്പം മാത്രമല്ല, എപ്പോഴും അഭിനയം തന്നെയാ. ദേ കണ്ടില്ലേ? അതെ, തലയിൽ വെക്കണം. അതെ, നിങ്ങളുടെ പരസ്യമൊക്കെ കണ്ടിരുന്നു. ഞാൻ അതേ കുറിച്ച് ഇവരോടൊക്കെ പറയായിരുന്നു. എങ്ങനെയുണ്ടെന്ന് അഭിനയം? ഓ, കൊള്ളാം അല്ലെങ്കിൽ അടിപൊളി? ഹിഷാം പറ. ഇതൊന്നും അല്ല ഉത്തരം. സി, ഉത്തരം അതിലില്ല എന്നുള്ളതാണ് ഉത്തരം. നീ പറയണ്ട, ഹിഷാം പറ. എന്തായാലും എന്നോട് ഒരാൾ പറഞ്ഞത് ആ പയ്യൻ കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ടല്ലോ അമ്മ. ആരാണ് മണ്ടൻ? ദേവരാജനായിരിക്കും. ഏതാ ദേവേട്ടനാണോ ചോദിച്ചാ? ഏത്? ആ സെക്രട്ടറി. ഏയ്, എന്റെ ഒരു ഫ്രണ്ടാ സെബാസ്റ്റ്യൻ. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ആളൊന്ന് കാണാന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് ഇരിക്കും, ഞാൻ പോരാ. അത് പോട്ടെ, അഭിപ്രായം പറ. എങ്ങനെ ഉണ്ടായിരുന്നു? അത് എനിക്ക് ഞാനിപ്പോ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യാണ്ടിരുന്നിട്ടുണ്ട്. താങ്ക്സ് ഡാ. ഇവ പോവും, ഹോളിവുഡ് വരെ പോവും. ചാൻസ് ചോദിച്ചു ഹോളിവുഡ് വരെ പോകുമ്പോഴെങ്കിലും എവിടെയെങ്കിലും ചാൻസ് കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാവരും ഒന്ന് നിർത്ത്. ഹിഷാം പറ, കണ്ടിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? സത്യമായിട്ട് ഞാനിപ്പോ ഇതേ കുറിച്ച് ആലോചിക്കായിരുന്നു. ആ ശരി, ഇഷ്ടപ്പെട്ടോ അതോ കൊള്ളായിരുന്നോ? അതിപ്പോ ഞാൻ പറയുകയാണെങ്കിൽ എന്താണ് ബൈ, നിങ്ങൾ കഥ പറയല്ലേ? ഇഷ്ടപ്പെട്ടോ അതോ അടിപൊളിയായിരുന്നോ? അത് പിന്നെ നിർത്തണം. ഹിഷാം പറ, ശരിക്കൊരു ഉത്തരം പറ. അതിപ്പോ എന്റെ ഒരു അഭിപ്രായത്തില് എന്താന്ന് വെച്ചാ ഞാനിപ്പോ പറയുകയാണെങ്കിൽ മതിയാക്ക്. ഇനി നിന്റെ അഭിപ്രായം എനിക്ക് കേൾക്കണ്ട. ഒരു വശത്ത് കൈ, മറ്റേ വശത്ത് കളിയാക്കല്. ഓ, നിങ്ങളൊക്കെ മൃഗീയ വാസമുള്ളവരാണ്. 10 വയസ്സ് ചെലവില്ലാത്തൊരു ഹൈഫൈ അല്ലേ ഞാൻ ചോദിച്ചുള്ളൂ. അത് തരാൻ ഇവിടെ പറ്റുന്നില്ല. ആ സുല്ലേ, ഹൈഫൈ താടാ. ഹൈഫൈ കൊടുത്താൽ അവന്റെ ജോലി. അയ്യോ ഇല്ല, കൊടുക്കില്ല. ഒരു ഹൈഫൈ താടാ പ്ലീസ്. ഒരാളിങ്ങനെ പണിയെടുത്ത് ജീവിക്കണ തീരെ സഹിക്കണല്ലേ. നീ എന്നെ തല്ലുവല്ലടാ, അനുഭവിക്കേ. എനിക്ക് വയ്യ, ആരെങ്കിലും ഒരു ഹൈഫൈ തരണേ. ഒരു കാര്യമില്ലാണ്ട് മേടിച്ച പണിയാ. അല്ലെങ്കിൽ ഈ കോഫി ഷോപ്പിൽ എന്താ തിരക്ക്? ഇപ്പൊ എന്തൊരു ശാന്തത. ചാവുന്നതിന്റെ മുമ്പ് ആരെങ്കിലും ഒരു ഹൈഫൈ തരാൻ ഉണ്ടാവോ തമ്പുരാനെ? ഓ അളിയ, ആദ്യം ഹൈഫൈ എന്നിട്ട് പരിചയപ്പെടാം. സോറി, ഒരു പുണ്യം ചെയ്തിട്ട് പോടോ. ചെയ്ത പാപങ്ങളൊന്നും തീരട്ടെ. അതെ, ഭ്രാന്താണെങ്കിലേ ആശുപത്രി പോയി കിടക്കണം. അല്ലാതെ വായിട്ടോന്ന് പറഞ്ഞാലേ ഭാര്യ നിലത്തടി ഓർത്തോ. അലവലാതി. ഇതിൽ നല്ല ചാവുന്നതായിരുന്നു. ആ ടോണി, ഒരു ഹൈഫൈ എന്നിട്ട് പോടാ. എന്താ ടോണി? പിന്നെ ഏ? ഒരു ഹൈഫൈ എന്നിട്ട് പോടാം. ഇന്നത്തെ സ്റ്റോക്ക് തീർന്നു. ഒരു ദിവസം ഒരാൾക്കേ കൊടുക്കുള്ളൂ. നാളെ തരാട്ടാ. ബൈ. പന്നിക്കുട്ടി എന്നിട്ട് പോന്ന കണ്ടില്ലേ? ഹോട്ടലിൽ വേസ്റ്റ് എടുക്കാൻ നേരം ഉണ്ടാവും. അതിന്റെ പോക്ക.